മിക്കപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കടിയിലൊക്കെ വരുന്നൊരു കമൻറ്റാണ് കേട്ടോ ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടും ഫാമിലി സർവൈവലിനെ കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇന്നത് ഉണ്ണിക്ക് പനിയാണ് കേട്ടോ. ഉണ്ണീനെ കൊണ്ട് ഞാൻ ഹെൽത്ത് സെൻ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ മിക്ക ഐലൻഡുകളിലും ഇതുപോലുള്ള ഹെൽത്ത് സെൻ്ററുകളാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അട്ടോൾ ക്യാപിറ്റലിലാണ് നമുക്ക് അട്ടോൾ ഹോസ്പിറ്റൽസ് കാണാൻ വേണ്ടി സാധിക്കുക. പിന്നെ കുറച്ചും കൂടി വലിയൊരു ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കാണാൻ സാധിച്ചെന്ന് വരില്ല. ഇവരുടെ ഡ്യൂട്ടി സമയം അനുസരിച്ച് മാത്രമേ നമുക്ക് ഇവരുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. പിന്നെ എമർജൻസി സിറ്റുവേഷനിൽ ഡോക്ടർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അത്ര പോരാ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ നാടിനെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിൽ പോയി വരുന്നത് ഇവരാണെന്ന് തോന്നാറുണ്ട്. ഓരോ ഐലൻഡുകളിലും ഹെൽത്ത് സെൻറ്റർ ഓരോ രീതിയിലാണ് കേട്ടോ. ഞാൻ മുൻപ് ഉണ്ടായിരുന്ന ഐലൻഡിൽ ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതായിരുന്നു, ഫെസിലിറ്റീസും കുറവായിരുന്നു. ഇവിടെ അത്യാവശ്യം വലുതാണ് കേട്ടോ. അതിനിടയിൽ ഉണ്ണിയുടെ ഒരു കൂട്ടുകാരൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അവൻ ഉണ്ണിയെ കണ്ടപ്പോൾ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നിരുന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഉണ്ണി ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല പനിയായത് കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു കേട്ടോ അവൻ അവിടെ ഇരുന്നിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവരും കൂടി എൻ്റെ വീഡിയോയിൽ കൂടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സൗജന്യമാണ്. കാരണം നമ്മൾ ഡിപ്പെൻഡൻറ്റ് വീസ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഷുറൻസ് എമൗണ്ടിൽ കവറായി പോകും കേട്ടോ. അങ്ങനെ ഉണ്ണിയും ഞാനും കൂടി വെയിറ്റ് ചെയ്യാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി മരുന്ന് വാങ്ങണം. ഇതാണ് ഇവിടുത്തെ ഫാർമസി കേട്ടോ. STO ഫാർമസിയാണ്. ഇവിടെ നമുക്ക് മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഉണ്ണിയും കൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.